നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് സുപ്രീം കോടതി ദില്ലിയിലെ ഒരു സംഭവം. ഇത് കേരളത്തിലെ സംഭവമല്ല, എന്നിരുന്നാൽ പോലും കേരളത്തിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ വരാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ദില്ലിയിൽ അതിരൂക്ഷമായിട്ട് തെരുവുനായ ആക്രമണം ഉണ്ടാവുകയും പലരും മരണപ്പെട്ടു പോവുകയും അല്ലെങ്കിൽ പലർക്കും ഈ പറയുന്ന ആപത്തേക്കുകയും ചെയ്യുന്ന സാഹചര്യം വന്നപ്പോൾ അതിന് സുപ്രീം കോടതി കണ്ടെത്തിയ ഒരു മാർഗമാണ് തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ പിടിച്ച് ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ അതിനെ പിടിച്ച് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിൽ സുപ്രീം കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തി. അതിൽ സുപ്രീം കോടതി എടുത്തു പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പേവിഷബാധയേറ്റ കുട്ടികളെ മൃഗസ്നേഹികൾ തിരിച്ചു തരുമോ, നായ്ക്കളെ പിടികൂടുന്നതിന് തടസ്സമുണ്ടാക്കിയാൽ കടുത്ത നടപടി. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതും അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങളും. അതായത് ഈ നായകൾ കടിച്ചിട്ട് മരിച്ചു പോയവരെ തിരിച്ചു നൽകാനായിട്ട് മൃഗസ്നേഹികൾക്ക് സാധിക്കുമോ എന്നുള്ളത്. നമുക്കറിയാം, തെരുവ് നായ നമ്മളെല്ലാവരും ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ദിവസേന നമ്മളൊക്കെ കാണുന്നതാണ്. എല്ലാ വഴിയോരങ്ങളിലും ഒരു നായെങ്കിലും ഉണ്ടാവും, അതില്ലാതെ ഒരു സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ നായ കടിക്കുന്നത് കുറേ അധികം, അതായത് 100%